മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് അവരുടെ മക്കൾ അവരെ സ്നേഹിക്കുകയും അവരുടെ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് നന്നായി ജീവിക്കണം എന്നുള്ളതാകുന്നു. ചെറിയ പ്രായങ്ങളിൽ കുട്ടികളെ അനുസരിപ്പിക്കുവാൻ മാതാപിതാക്കൾ പെടുന്ന പാടുകളും നാം കണ്ടിട്ടുണ്ട്. അതിന്റെ കാരണം പല പ്രവർത്തനങ്ങളുടെയും വരും വരാഴികൾ എന്തായിരിക്കുമെന്ന് കുട്ടികൾക്ക് അറിയുകയില്ല. അനുസരണത്തോടെ ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നതും നാം കണ്ടിട്ടുണ്ട്. യിരെമ്യാ പ്രവചനം 7-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: എന്റെ വാക്ക് കേട്ടനുസരിപ്പിൻ, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ദൈവമായും നിങ്ങൾ എനിക്ക് ജനമായും ഇരിക്കും. നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള വഴികളിലൊക്കെയും നടപ്പീൻ എന്നീ കാര്യമത്രേ ഞാൻ അവരോട് കൽപ്പിച്ചത്. ബട്ട് ദിസ് ഈസ് വാട്ട് ഐ കമാൻഡഡ് ദം, സേയിങ്, obey my voice, and I will be your God, and you shall be my people, and walk in all the ways that I have commanded you, that it may be well with you. എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ വാക്ക് കേട്ട് അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്? അവിടെ തന്നെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിന്. ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും തലമുറ തലമുറയായി അനുസരിക്കണമെന്നുള്ള കൽപ്പനയാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരുന്നത്. ആവർത്തന പുസ്തകം 5:33 വായിക്കുന്നത്: നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിനും നിങ്ങൾക്ക് നന്നായിരിക്കേണ്ടതിനും നിങ്ങൾ കൈവശമാക്കുന്ന ദേശത്തെ ദീർഘായുസ്സോടെ ഇരിക്കേണ്ടതിനും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള എല്ലാ വഴികളിലും നടന്നുകൊള്ളുവിൻ. 6-7 വാക്യങ്ങളിൽ വായിക്കുന്നത്: ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കുകയും നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കുകയും വേണം. ഏത് കാലത്ത് ജീവിക്കുന്ന ജനങ്ങളും ദൈവത്തിന്റെ വാക്കുകൾ അനുസരിച്ച് ജീവിച്ചാൽ അവരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഒരിക്കൽ ഒരു വൈദികൻ വന്ന് യേശു കർത്താവിനോട് ചോദിച്ചു: ഗുരു, ന്യായപ്രമാണത്തിൽ ഏത് കൽപ്പനയാണ് വലിയത് എന്ന്. യേശു അവനോട്: നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം. ഇതാകുന്നു വലിയതും ഒന്നാമത്തേതുമായ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം: കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. പ്രിയമുള്ളവരെ, നാമും പാലിക്കേണ്ട കൽപ്പന ഇത് തന്നെയാകുന്നു. യോഹന്നാൻ പറയുന്നു: അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നതല്ലോ ദൈവത്തോടുള്ള സ്നേഹം. യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. ജനിപ്പിച്ചവനെ സ്നേഹിക്കുന്നവനെല്ലാം അവനിൽ നിന്ന് ജനിച്ചവനെയും സ്നേഹിക്കുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുമ്പോൾ ദൈവമക്കളെ സ്നേഹിക്കുന്നു എന്ന് അതിനാൽ അറിയാം. യേശു കർത്താവ് പറഞ്ഞു: ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എന്റെ കൽപ്പന. യേശുവിന്റെ സ്നേഹം നമുക്ക് എങ്ങനെയാണ് നൽകിയതെന്ന് പൗലോസ് റോമർ 5:8 പറഞ്ഞിരിക്കുന്നു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. ദൈവത്തിന്റെ ഈ വാക്കുകൾ കേട്ട് നാം അനുസരിക്കുന്നു എങ്കിൽ നാം ദൈവത്തിന്റെ ജനമായിരിക്കും. ദൈവവും നമ്മോട് കൂടെയിരിക്കും. ജീവിതം ധന്യമാകും. കർത്താവിന്റെ കൽപ്പനകൾ അനുസരിപ്പാൻ നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രാർത്ഥിക്കാം. കരുണയുള്ള പിതാവേ, അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് വിശ്വസ്തയോടെ ജീവിപ്പാൻ അടിയങ്ങളെ സഹായിക്കണമേ എന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.